കഴിഞ്ഞ സീസണിൽ ഒരു 50 ദിവസം ആയപ്പോഴേക്കുമാണ് രാജാവിനെ പ്രഖ്യാപിച്ച് ഹൗസ് മേറ്റ്സ് തോൽവി സമ്മതിച്ചതെങ്കിൽ ഈ സീസണിൽ വെറും 4-ാമത്തെ ദിവസം തന്നെ രാജാവിനെ പ്രഖ്യാപിച്ചു. അതും മണ്ടന്മാരായ മറ്റു മത്സരാർത്ഥികൾ. ആരാണ് രാജാവെന്നല്ലേ? നമ്മുടെ രതീഷ് ഏട്ടൻ തന്നെ. അയാൾക്കറിയാം ഗെയിം കളിക്കാൻ. അയാളുടെ കുഴിയിൽ എല്ലാ മണ്ടന്മാരും കൂടെ ചെന്ന് വീണ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശ്രീരേഖയാണ് കേട്ടോ ഇങ്ങനെ ഒരു മണ്ടത്തരം ആദ്യം എഴുന്നള്ളിച്ചത്. രതീഷ് അവിടെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല, കളിക്കാനുള്ള ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങളാണ് എഴുന്നള്ളിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്. സാധാരണ തല്ലുകൂടുന്നത് രതീഷാണെങ്കിൽ ഇപ്പോൾ സൈലൻ്റായിട്ട് ഇതൊക്കെ കണ്ട് രസിച്ച് ഞാൻ കുഴിച്ച കുഴിയിൽ എല്ലാ മത്സരാർത്ഥികളും വീണല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ഫേസ് കണ്ടാൽ അറിയാം രതീഷിൻ്റെ സന്തോഷം എത്രയുണ്ടെന്ന്. താൻ കുഴിച്ച കുഴിയിൽ താൻ വിചാരിച്ചതുപോലെ 3-ാം ദിവസം തന്നെ ബാക്കിയുള്ള 18 മത്സരാർത്ഥികളെയും മുട്ടുകുത്തിച്ച് തന്നെ രാജാവാക്കി അവരുടെ വാഗൊണ്ട് തന്നെ പറയിപ്പിച്ച രതീഷിൻ്റെ കളിയാണ് സൂപ്പർ അല്ലേ? ഇതാണ് കളി. ഇങ്ങനെയാണെങ്കിൽ 100 ദിവസമൊന്നും ബിഗ് ബോസ് തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. അതിനു മുന്നേ തന്നെ രതീഷിനെ വിന്നറാക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനാണ് സാധ്യത.